Hi dear students, in this video we would like to discuss the flow integrals and circulation. In the previous video we discussed the work done by a force F acting on a curve C, acting along a curve C in the domain of the vector field F. Here the flow integral is defined as if RT is a smooth curve in the domain of a continuous vector field, continuous velocity field F, the flow along the curve from t equal to a to t equal to b is flow integral over C F dot t ds, where C denote the curve RT from t equal to a to t equal to b, and t is the unit curve's unit tangent vector. If RT is a smooth curve along a continuous vector velocity field F, F എന്നുള്ള ഒരു കണ്ടിന്യൂസ് വെലോസിറ്റി ഫീൽഡിന്റെ അലോങ് ആയിട്ട് അതിന്റെ ഡൊമൈനിൽ വരുന്ന ഒരു സ്മൂത്ത് കർവ് ആണ് RT എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഫ്ലോ ഡിഫൈൻ ചെയ്യുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്, നമ്മൾ വർക്ക് ഡൺ ഡിഫൈൻ ചെയ്തിരുന്ന സെയിം ഫോർമുല തന്നെയാണ് ഫ്ലോക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫോർമുല. അപ്പോൾ ഇവിടെ നേരത്തെ എഫ് എന്നുള്ളത് ഒരു ഫോഴ്സ് ആയിരുന്നു, ഒരു സി എന്ന് പറയുന്ന കർവിന്റെ അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരുന്നു എഫ് എന്നുള്ളത്. ഇവിടെ എഫ് എന്നുള്ളത് ഒരു വെലോസിറ്റി ഫീൽഡ് ആണ്. ഓക്കെ, അങ്ങനെ വെലോസിറ്റി ഫീൽഡ് ആണ് എങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്നുള്ളത് ഈ സി എന്ന് പറയുന്ന കർവിന്റെ അലോങ് ആയിട്ടുള്ള ഫ്ലോ ആയിട്ടാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഇന്റഗ്രലിനെ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്നുള്ളതിനെ വി കോൾ ഇറ്റ് ആസ് ഫ്ലോ ഇന്റഗ്രൽ. ഇനി സി എന്ന് പറയുന്ന കർവ് ഒരു ക്ലോസ്ഡ് കർവ് ആണ് എങ്കിൽ ദെൻ വി കോൾ ഇറ്റ് ആസ് എ സർക്കുലേഷൻ. ഈ ഫ്ലോ എന്നുള്ളതിന് ക്ലോസ്ഡ് കർവിലുള്ള ഫ്ലോ ആണ് നമ്മൾ സർക്കുലേഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇനി ഫ്ലോ കാണാനുള്ള ഫോർമുല എന്നുള്ളത് ഫ്ലോ അലോങ് ദി കർവ് സി is equal to ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്നുള്ളത് നമ്മൾ വർക്ക് ഡൺ കാണുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോവും കാണാൻ പറ്റും. ഇനി ഫ്ലോ കാണാനുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് a fluid's velocity field F is equal to minus 4xy I plus 8yj plus 2k. Find the flow along the curve RT is equal to ti plus t square j plus k 0 less than or equal to t less than or equal to 2. അപ്പോൾ ഇവിടെ RT എന്നുള്ളത് here C denote the curve RT, then C is given by RT is equal to ti plus t square j plus k 0 less than or equal to t less than or equal to 2. അതിൽ നിന്ന് നമുക്ക് dr by dt കാണാം. then dr by dt is equal to I plus 2j. ഇതിനെ with respect to t ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ t യുടെ ഡെറിവേറ്റീവ് 1, t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, therefore I plus 2j. therefore ഇനി നമുക്ക് കാണേണ്ടത് എഫിനെ നമ്മൾ എന്ത് ചെയ്യണം, എഫിനെ നമ്മൾ ടി പാരാമീറ്റർ ടിയുടെ ടേമിലേക്ക് മാറ്റണം. എഫ് എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 4xy I plus 8yj plus 2k എന്നുള്ളതാണ്. അപ്പോൾ x equal to t, y equal to t square, z equal to 1 എന്നുള്ള വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് മൈനസ് 4t ക്യൂബ് I plus 8t സ്ക്വയർ j plus 2k എന്നുള്ള വാല്യൂസ് നമുക്ക് എഫിന് കിട്ടുന്നു. ഇനി എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി കിട്ടി, എഫ് കിട്ടിയിട്ടുണ്ട്, ഡി ആർ ബൈ ഡി ടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോട്ട് പ്രോഡക്റ്റ് കാണാം. ഡോട്ട് പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 4t ക്യൂബ് പ്ലസ് 16t ക്യൂബ് എന്നുള്ളതാണ്. അത് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 12t ക്യൂബ് എന്നുള്ള ഫോമിൽ വരുന്നു. നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് വീണ്ടും ഒരു പ്രോബ്ലം. ഫൈൻഡ് ദി സർക്കുലേഷൻ ഓഫ് എഫ് ഈക്വൽ ടു 2xi plus 2zj plus 2yk around the closed path consisting of the following three curves traversed in the direction of increasing t. C1 RT is equal to cos ti plus sin tj plus tk 0 less than or equal to t less than or equal to pi by 2. C2 such that RT is equal to j plus pi by 2 into 1 minus tk 0 less than or equal to t less than or equal to 1. C3 such that RT is equal to ti plus 1 minus tj 0 less than or equal to t less than or equal to 1.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സർക്കുലേഷൻ ആണ് കാണേണ്ടത്. സർക്കുലേഷൻ അറൌണ്ട് ദി ക്ലോസ്ഡ് പാത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഫോളോയിങ് ത്രീ curves ട്രാൻസ്വേഴ്സ്ഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് ടി. ഇപ്പോൾ C1 യൂണിയൻ C2 യൂണിയൻ C3 എന്നുള്ളതാണ് ഇവിടെ C എന്നുള്ള കേവ്. അത് ഒരു ക്ലോസ്ഡ് കേവ് ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇന്റഗ്രൽ ഓവർ C F ഡോട്ട് T ds എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെഴുതാം, C ഈക്വൽ ടു C1 യൂണിയൻ C2 യൂണിയൻ C3 എന്ന് എഴുതാം. Then we have to find integral over C F dot dt F dot T ds, or it's equal to integral over C F dot dr by dt into dt എന്നുള്ളത്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ C എന്നുള്ളതിനെ നമുക്ക് ഇന്റഗ്രൽ ഓവർ C1 പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 പ്ലസ് ഇന്റഗ്രൽ ഓവർ C3 എന്നുള്ള ഫോമിൽ നമുക്കിതിനെ എടുക്കാൻ പറ്റും. ഇനി ഓരോ കേവും നമുക്ക് എടുക്കാം. C1 is a path. C1 എന്ന് പറയുന്നത് C1 equal to cos ti plus sin tj plus tk 0 less than or equal to t less than or equal to pi by 2. അപ്പോൾ t equal to 0 കൊടുക്കുമ്പോൾ cos t equal to 1, sin t equal to 0, t equal to 0. അപ്പോൾ 1 0 0 എന്നുള്ളതാണ് t equal to 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ്. അതേപോലെ t equal to pi by 2 കൊടുക്കുമ്പോൾ cos pi by 2 equal to 0, sin pi by 2 equal to 1, t equal to pi by 2. അപ്പം C1 എന്ന് പറയുന്ന കേവ് മൂവ് ചെയ്യുന്നത് 1 0 0 to 1 0 0 1 pi by 2 വരെയാണ്. 1 0 0ൽ നിന്ന് 0 1 pi by 2 വരെയാണ്. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് x equal to cos t, y equal to sin t, z equal to t എന്നുള്ളതാണ്. അപ്പം here C1 is the path. C1 is a path from 1 0 0 to 0 1 pi by 2. C2 is the path in the same way 0 1 pi by 2 to 0 1 0, and C3 is a path from 0 1 0 to 1 0 0. അപ്പം എൻഡ് ചെയ്യുന്നതും 1 0 0ൽ തന്നെയാണ്. അപ്പോൾ C എന്നുള്ളത് എന്താണ് വരുന്നത്, ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. Hence C equal to C1 union C2 union C3 is a closed path. Therefore the flow F equal to the flow along the curve C is a circulation, and circulation around C equal to integral over C F dot T ds is equal to integral over C1 F dot D ds plus integral over C2 plus integral over C3. In C1 is given by RT is equal to cos ti plus sin tj plus tk 0 less than or equal to t less than or equal to pi by 2. അതിനെ നമ്മൾ dr by dt കാണുമ്പോൾ മൈനസ് sin ti plus cos tj plus tk എന്നുള്ളത് കിട്ടുന്നു. ഇന്റഗ്രൽ ഓവർ C1 F dot dr by dt into dt എന്നുള്ളത് കാണാം. ഇവിടെ F എന്ന് പറയുന്നത് വരുന്നത് x equal to cos t, y equal to sin t, z equal to t എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F equal to 2 cos ti plus 2t j plus sin 2 sin tk എന്നുള്ളത് F കിട്ടി. ഈ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് നമുക്ക് ഫ്ലോയുടെ ആൻസർ കിട്ടുന്നത് 5 - 1 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ C2ലും C3ലും കാണാം. ഇതേപോലെ തന്നെ C2ലും C3ലും ഉള്ള ഇൻ്റഗ്രൽസ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ആണ്, അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. C2ൽ നമുക്ക് -π എന്നുള്ളതും C2ൽ കിട്ടുന്നത് -π എന്നുള്ളതും C3ൽ കിട്ടുന്നത് C3ൽ കിട്ടുന്ന വാല്യൂ 1 എന്നുള്ളതുമാണ്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സർക്കുലേഷൻ വി ആർ ഗെറ്റിംഗ് സർക്കുലേഷൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ.